ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറൊരു സീനുമല്ല, ബാലചന്ദ്രനും സ്റ്റാൻലിയും കൂടെ ആ ഹോട്ടൽ റൂമിൽ ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ കൂടുതൽ വൈജയനെ കുറിച്ച് വ്യക്തമാക്കി തരേണ്ട കാര്യമില്ലല്ലോ, വേറെ ആരും അറിയുന്നതിൽ കൂടുതൽ അവളെ അണ്ടി മൂടി അറിയാവുന്ന ആളല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന്. അപ്പൊ അതിന് സ്റ്റാൻലിക്കൊന്നും പറയാനില്ല. കാരണം ശരിയായിരിക്കാം, വേറെ ആരെക്കാൾ കൂടുതൽ സ്റ്റാൻലിക്കാണ് വൈജയനെ അറിയാവുന്നത്. വൈജയുടെ സ്നേഹവും പ്രണയവും ഒക്കെ കിട്ടിയ ആകെ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്റ്റാൻലി മാത്രമാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സ്റ്റാൻലിയോട് ബാലചന്ദ്രൻ പിന്നെ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ താൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് എന്താ ഉദ്ദേശം എന്ന് എനിക്ക് അറിയില്ലല്ലോ. തന്നോട് ഞാൻ കുറെ കാര്യങ്ങൾ അന്ന് വന്നപ്പോഴും മിസ്റ്റർ സ്റ്റാൻലി ഞാൻ തന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് താന് എന്നെ വിളിച്ചിട്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ പ്രൂഫും കാര്യങ്ങളൊന്നും തരാനോ അത് തേടി പോകേണ്ട ഒരാവശ്യവും എനിക്കില്ല. അതിന്റെ കാര്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയ ആളാണ് ഞാന്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞാണോ അതോ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായതാണോ എന്നൊക്കെ നിങ്ങളല്ലേ ഇനി ഇത് പുറകെ പോയി കണ്ടെത്തേണ്ടത്. പിന്നെ ഞാനത് അന്ന് നീലഗിരി പോയപ്പോൾ ഈ കാര്യം അറിഞ്ഞതാ. എന്റെ മൂത്ത അളിയൻ ഗംഗാധര മേനോനെ കാണാൻ പോയപ്പോ അറിഞ്ഞ കാര്യമാണ് ഇതൊക്കെ. അന്ന് ഞാൻ നിങ്ങളെ എന്റെ കൺമുമ്പിൽ കണ്ടിരുന്നെങ്കിൽ വെടിവെച്ച് ഞാൻ വീഴ്ത്തിയനെ. അന്ന് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു തന്നോട്. ഞാൻ അത്രയ്ക്ക് വഞ്ചിക്കപ്പെടാനും കാരണം ആ കാരണങ്ങളിൽ അങ്ങനെ ഞാൻ വഞ്ചിക്കപ്പെടാൻ കാരണമായ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വൈജയനെ ഉപേക്ഷിച്ചു പോയത് കൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതൊരാണിനും ഒന്ന് തേടി വരാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എത്ര നാളെ വൈജയനെ പൂട്ടിയിടാൻ പറ്റും, പിടിച്ചു വെക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ്. അത് നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങളാൽ വഞ്ചിക്കപ്പെട്ടത് ഞാനും കൂടെ ആണ് എന്ന് വീണ്ടും ബാലചന്ദ്രൻ എടുത്തു പറയുമ്പോൾ, ഇപ്പോൾ എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ളത് ബാലചന്ദ്ര, എനിക്ക് എന്റെ മകളെ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെടുക കേട്ടോ സ്റ്റാൻലി. എനിക്ക് താങ്കൾ എന്റെ മകളെ ഒന്ന് കാണണം. അതിപ്പം താങ്കളോട് യാചിക്കുകയാണെന്ന് കരുതിക്കോ, താങ്കളുടെ മുമ്പിൽ ഞാൻ യാചിക്കുകയാണെന്ന് കരുതിക്കോ. എനിക്ക് കണ്ടേ പറ്റൂ, എന്റെ മകളെ ഒന്ന് കാണണം. അല്ലെങ്കിൽ പിന്നെ എന്റെ മകളാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ആ പെൺകുട്ടി എനിക്കൊന്ന് കാണണം എന്നും കൂടിയാണ് പറയുന്നത്. അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ എന്താ, തനിക്ക് അവളെ കാണുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവൾ എന്റെ വീട്ടില് സേഫ് ആയിട്ടുണ്ട്. ഞാൻ എന്റെ മോളെ പോലെ, എന്റെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത് ഞാൻ ലാളിച്ച് തന്നെയാണ് അവളെ ഇപ്പൊ ഞാൻ വളർത്തുന്നത്. അവൾ എന്റെ വീട്ടിലുണ്ട്. താങ്കൾക്ക് കാണണമെങ്കിൽ വരാം. ഇപ്പം താങ്കൾ വരുന്നു, വന്നോളൂ, താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാം. അതൊരിക്കലും ഒരു വിലങ്ങുതടിയായിട്ട് അതിന് ആരും വന്ന് നിൽക്കില്ല. അപ്പം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ എന്ന് പറയാ. അപ്പൊ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ വരുന്നില്ല, ഞാന് എപ്പോഴേലും ഞാൻ ഒരു സമയം പറയാം, ആ ഒരു ടൈമില് നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ വരാമെന്ന് നമ്മുടെ ബാലചന്ദ്രനും പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമ്മുടെ ബാലചന്ദ്രൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. നേരെ ബാലചന്ദ്രൻ പോകുന്നത് ഗോവർദ്ധന്റെ അടുത്തേക്ക് തന്നെയാണ്. അപ്പൊ ഗോവർദ്ധന്റെ അടുത്ത് ചെന്നു. അപ്പൊ ഗോവർദ്ധനെ ചോദിച്ചു, എന്താ ബാലേട്ടാ, എന്താ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊളുത്തുപുഴ പോയില്ലായിരുന്നോ, അവിടെ പോയപ്പോൾ ഒരാളെ കണ്ടില്ലേ, സ്റ്റാൻലി, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനെ കാണാനായിട്ടാണ് ഞാൻ ഇവിടെ ഹോട്ടലിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ, പുള്ളിക്കാരൻ എന്തിനാ വന്നത്, അലീനയെ കൊണ്ടുപോകാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അലീനയെ കൊണ്ടുപോകാനാണോ അതോ അലീനയെ എന്നേക്കുമായിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. അയാൾക്കിപ്പം തെളിവ് വേണമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. പിന്നെ അയാളെ മോളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. കാണട്ടെ, കണ്ടങ്ങോട്ട് ബോധിക്കട്ടെ, അയാളുടെ മോളാണോ അല്ലയോ എന്ന് കണ്ടു ബോധിക്കട്ടെ. ഏതായാലും കണ്ടു ബോധിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, അല്ല ഇതൊക്കെ വൈജാമേടം അല്ലെങ്കിൽ വൈജേച്ചി എന്നട്ടോ, വൈജാമേടം എന്ന് വിളിക്കത്തില്ല, വൈജാമേടം അറിഞ്ഞാൽ എന്തായിരിക്കും, അല്ല ഇനിയിപ്പോ വൈജാമേടം ഇത് അറിയുമ്പോഴത്തേക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും ചോദിക്കുമ്പോൾ, അതിനിപ്പം വൈജ ഇതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. വൈജ ഇപ്പോഴല്ല ഇത് അറിയാൻ പോകുന്നത്. ഇപ്പം സ്റ്റാൻലിയും അലീനയും മാത്രമാണ് കണ്ടുമുട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞാണ് അടുത്ത ബോംബ് പൊട്ടത്തുള്ളൂ. ഇപ്പൊ ഏതായാലും ഈ ബോംബ് പൊട്ടത്തില്ല. വൈജ എന്ന ബോംബ് അവിടെ ഇരിക്കുള്ളൂ. ആ ബോംബ് ഇപ്പൊ ഞാൻ പൊട്ടിക്കത്തില്ല. ആ ബോംബ് പൊട്ടിക്കുന്നത് അതിന് ടൈം ഉണ്ട്, ഇനിയും കുറച്ച് ടൈം ഉണ്ട്. ആദ്യം അച്ഛൻ മകളെ കണ്ട് ബോധിക്കട്ടെ, അറിയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് നോക്കാന്ന് പറയുമ്പോ, ഇല്ല ബാലേട്ടന്
ബാലേട്ടന്റെ മനസ്സിന് ഇതുപോലെ കല്ലായി പോയത് എന്താ? ബാലേട്ടന് വിഷമം തോന്നുന്നില്ലേ? ബാലേട്ടന് എന്താ, ബാലേട്ടന്റെ ഭാവം എന്താ, അല്ലെങ്കിൽ ബാലേട്ടൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പം ബാലൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗോവർദ്ധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ്, വെൽ പ്ലാൻ ആയിട്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇനി ഒരിക്കലും ഈ ബാലചന്ദ്രനെ ആരും ചതിക്കാൻ പാടില്ല. ഒരിക്കലും ഇനി ഈ ബാലചന്ദ്രനെ ചതി ഏൽക്കില്ല, ചതിക്കാൻ പാടില്ല. അതുകൊണ്ട് എണ്ണി 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 എന്നോട് ചതി ചെയ്തവരോടൊക്കെ തിരിച്ച് ഞാൻ ചോദിപ്പിക്കും. അത് തന്നെയാണ് ഇപ്പം ഗംഗാധരനോടും ശിവശങ്കര മേനോടും രാജീവനോടും പിന്നെ വൈജയോടും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും പക തോന്നേണ്ട ഒരാളും കൂടെ ഉണ്ടായിരുന്നു, അത് സ്റ്റാൻലിയാണ്. ഞാനത് അലീനയെ മാത്രം ഓർത്തിട്ടാണ് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അയാളോട് ഇനിയിപ്പോ പക തോന്നിയിട്ട് കാര്യമില്ല. കാരണം അലീനയെ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഏൽപ്പിക്കണമെങ്കിൽ ആ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം സ്റ്റാൻലി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അയാളോട് ഇനി പക തോന്നേണ്ട ഒരു കാര്യവുമില്ല. ഇനി എനിക്ക് പകയുള്ളത് വൈജയോടും വൈജയുടെ കുടുംബത്തിനോടും മാത്രമാണ്. ആ പക ഞാൻ തീർക്കും. അത് ഇഞ്ചിഞ്ചായിട്ട് ഇതുപോലെ ഒറ്റയടിക്ക് തെളിയിച്ച് കാണിച്ച് കൊടുത്ത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയല്ല, ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലാതെ ഞാൻ കൊല്ലും എന്നാട്ടോ നമ്മുടെ സ്റ്റാൻലി ഗോവർദ്ധനോട് പറയുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്, നെടുമ്പുരക്കിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഗോവർദ്ധനൻ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധൻ അവിടെ നിൽക്കുന്നില്ല. സ്റ്റാൻലി വരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഈ ഗോവർദ്ധനും നമ്മുടെ ബാലചന്ദ്രനും ഒക്കെ ചേർന്നിട്ട് എന്തൊക്കെയോ ചെറിയ കളികൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അപ്പം അലീന ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറ്റിയത്, അച്ഛൻ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, അച്ഛൻ എന്താ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്, എന്തോ അച്ഛന് രാവിലെ മുതൽ വല്ലാത്ത ടെൻഷൻ ആയിരുന്നല്ലോ, കാരണം അച്ഛൻ രാവിലെ ബാഗ് എടുക്കാതെ ഇവിടെ നിന്ന് പോയി, അതുപോലെ തന്നെ എന്നെ അകത്ത് കയറ്റി റൂം ലോക്കാണോ എന്ന് നോക്കിക്കാൻ വേണ്ടി അകത്ത് കയറ്റി വിട്ടു, വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ സ്ഥലം വിട്ടു പോകുകയും ചെയ്തു. എന്താ ഇതിനർത്ഥം, അച്ഛൻ എന്താ പറ്റിയത്, എന്നോട് പറയാൻ പറ്റാത്ത എന്താ അച്ഛനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛനൊന്നും ഇല്ല മോളെ, പിന്നെ നിന്നെ ഒന്ന് സേഫ് ആക്കണമല്ലോ എനിക്ക്, അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അച്ഛനെ അലട്ടുന്നൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്റെ കണ്ണി നോക്കി ഇങ്ങനെ കള്ളം പറയരുത്, അച്ഛൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ടത് മനസ്സിലാകും, എന്തോ വലിയ ഒന്ന് അച്ഛനെ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, അതിപ്പോ എന്നോട് പറയാൻ പറ്റാത്തതാണ് അച്ഛൻ പറയുമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ നീ ഒരു കാര്യം നീയേ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ വെക്കേണ്ട, ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗസ്റ്റോ അതാരാ, അതെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, ഏതായാലും ആ ഫ്രണ്ട് വരട്ടെ, അപ്പൊ ആ ഫ്രണ്ടിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് നീ എന്തേലും ജ്യൂസോ എന്തേലും ഒന്ന് ശരിയാക്കി വെക്കാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു ഫ്രണ്ട്, അത് ഏത് ഫ്രണ്ട് അച്ഛാന്നൊക്കെ ചോദിക്കും, ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് അറിഞ്ഞാൽ പോരെ, ഇനിയിപ്പോ കൂടുതൽ എന്താ നിനക്ക് അറിയേണ്ടതെന്ന് ചോദിച്ച് ബാലൻ വഴക്കും പറഞ്ഞ് എന്താ പറയാ കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിയുള്ള വഴക്കായിരിക്കും, വഴക്കങ്ങ് പറയുമ്പോഴത്തേക്കും ഓ അച്ഛൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയും അകത്തേക്ക് കയറി പോവുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റാൻലി എത്താണ് കേട്ടോ. അപ്പൊ സ്റ്റാൻലി നെടുമ്പുരയ്ക്കൽ വീട്ടുമുറ്റത്ത് എത്തുന്നു. നെടുമ്പുരയ്ക്കൽ വീട്ടുമുറ്റത്തെത്തി ആ വീടാകപ്പാടെ ഒന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ഈ ബാലചന്ദ്രൻ ഇപ്പൊ ഒരാളെ പറ്റിച്ച് ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ഇപ്പൊ തന്നെ സ്റ്റാൻലിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം സ്റ്റാൻലിക്ക് ഒരു ധാരണയുണ്ടായിരുന്നു, അലീന ഇനിയിപ്പൊ തന്റെ മകളല്ലയോ, ഇനിയിപ്പൊ അലീനയെ കൊണ്ട് പൈസ തട്ടിക്കാൻ നോക്കുന്നതായിരിക്കും എന്നൊക്കെ ഔതക്കുട്ടിച്ചായം പറഞ്ഞതുകൊണ്ട് ആ ഒരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഏകദേശം മാറി കിട്ടി. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതായത് സ്റ്റാൻലിക്ക് അറിയാത്ത കാര്യം വരെ ബാലചന്ദ്രൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ആരാ എന്താ, ബാലചന്ദ്രൻ അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ സ്റ്റാൻലി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലചന്ദ്രനാണ് വാതിൽ തുറക്കാൻ വേണ്ടി വരുന്നത്. അപ്പം അലീന പെട്ടെന്ന് വന്നു കേട്ടോ, ആരോ മുറ്റത്ത് വന്നിട്ടുണ്ടല്ലോ, ഗസ്റ്റ് ആണോ എന്ന് പറഞ്ഞ് വാതിൽ തുറക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട നീ പൊക്കോ, നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ ചെന്നിട്ട് വാതിൽ തുറന്നപ്പോഴത്തേക്കും മിസ്റ്റർ സ്റ്റാൻലി കയറി വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി കയറി വന്നു. വലിയൊരു വീട് തന്നെയൊക്കെയാണ്. സ്റ്റാൻലിക്ക് അതോടൊക്കെ കൂടി മനസ്സിലാകുകയാണ് ഇയാൾക്ക് നുണ പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ഒരു തട്ടിപ്പ് നടത്തി ഇപ്പം എന്റെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കാനൊന്നും അല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി ഈ വീടും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. ഏതായാലും ഈ ഒരു സമയത്ത് സ്റ്റാൻലിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളിവിടെ ഉണ്ട്, ഞാൻ അവളെ വിളിക്കാം,
പക്ഷെ താങ്കൾ ഒരിക്കലും ആ ഒരു ഫീലിങ്സ് ഒന്നും, നിങ്ങൾക്ക് അച്ഛൻ മകള് ബന്ധം എന്നൊരു ഫീലിങ്സ് ഒക്കെ കാണുമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും എനിക്ക് ഇല്ല ബാലചന്ദ്ര. കാരണം അങ്ങനെ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ അത് എന്റെ മകളാണോ എന്ന് എനിക്ക് ഉറപ്പ് വരണമല്ലോ. എന്നിട്ട് പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് തള്ളി വിടുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ഫീലിങ്സ് പുള്ളിക്കാരന്റെ മനസ്സിലുണ്ട്. മുഖത്ത് അങ്ങനെ ഒരു ഭാവം കാണിക്കാത്തതാണ് കേട്ടോ. എപ്പോഴും ഒരു അഹങ്കാരത്തിന്റെയും ആ ഒരു എന്തോ ഒരു ആ ഒരു കനമുള്ളൊരു മുഖമാണല്ലോ നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻലിയുടെ. അപ്പൊ ആ ഒരു പ്രൗഡ് കളയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇച്ചിരി കനത്തോടുകൂടി തന്നെ സംസാരിക്കുകയും കനത്തോടുകൂടി തന്നെ അവിടെ നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെ വിളിക്കുകയാണ്. അപ്പൊ അലീന മേളിൽ അങ്ങാണ്ടായിരുന്നെന്ന് തോന്നുന്നു, മേളിലത്തെ റൂമിൽ അങ്ങാണ്ട് എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. അപ്പൊ അലീന ഇങ്ങ് വന്നേ അലീന എന്നും പറഞ്ഞ് വിളിക്കുകയും അലീന ഇറങ്ങി വരുന്നു. അലീന ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ സ്റ്റാൻലി അലീനയെ കാണുന്നു. വല്ലാത്തൊരു കാഴ്ചയായി പോയിട്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റാൻലിക്ക് അത് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. തന്റെ കൊച്ചാണെന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ തന്റെ രക്തത്തിൽ പിറന്ന തന്റെ കുഞ്ഞാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അലീനയുടെ മുഖം നോക്കുമ്പോൾ തന്നെ ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലിയുടെ ഇളയ മകളുടെ ഒരു ചെറിയ ഷേപ്പും, അതുപോലെ ചിന്നമ്മ എന്ന് പറയുന്ന സ്റ്റാൻലിയുടെ അമ്മയുടെ ഒരു ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അലീനയെ പരിചയപ്പെടുത്താണ് കേട്ടോ. അപ്പൊ അലീന ഇങ്ങനെ ഇതെന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. സ്റ്റാൻലി ആണെന്ന് പറയുന്നില്ല. സ്റ്റാൻലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഈ സ്റ്റാൻലി ആരാണ് എന്താണെന്നൊക്കെ. ഏതായാലും അങ്ങനെ അവിടെ ഒരു പരിചയപ്പെടലൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ആ ഒരു രംഗം കാണാനാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. ആ ഒരു വികാരം, നമ്മുടെ ആ ഒരു സ്റ്റാൻലിക്ക് ആ ഒരു വികാരമൊക്കെ മുഖത്തൊക്കെ വരും കേട്ടോ. തന്റെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള ആ ഒരു ചേഞ്ച് മുഖത്തൊക്കെ വരും. പക്ഷെ പരമാവധി കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ഭാഗങ്ങളും സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമാറ്റിക് പോലെ തന്നെയാണ് കേട്ടോ. ആ ഒരു ടൂണും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. അപ്പൊ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം. ഇത് പ്രമോ വിശേഷമാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതിനോടൊപ്പം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മൾ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അപ്കമിങ് വിശേഷം ഇടുന്നുണ്ട്. അപ്പൊ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കയറി ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.